ഹരേ കൃഷ്ണ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ശ്രീ ലളിത സഹസ്രനാമ സ്തോത്രത്തിലെ ഉന്മേഷ നിമിഷോൽപ്പന്ന വിപന്ന ഭുവനാവലി സഹസ്രശീർഷവദന സഹസ്രാക്ഷി സഹസ്രപാദ് എന്ന 66-ാമത്തെ ശ്ലോകത്തിലെ അവസാനത്തെ നാമമായ സഹസ്രപാദ് എന്ന നാമം വരെയുള്ള അർത്ഥമാണ് പറഞ്ഞത്. ഇനി 67-ാമത്തെ ശ്ലോകമായ ആ ബ്രഹ്മകീടജനനി വർണ്ണാശ്രമവിധായിനി നിജാജ്ഞാരൂപനിഗമാ പുണ്യഫലപ്രദാ എന്ന ശ്ലോകത്തിലെ ആദ്യത്തെ നാമമായ ആ ബ്രഹ്മകീടജനനി, അതായത് ദേവിയുടെ 285-ാമത്തെ നാമമായ ആ ബ്രഹ്മകീടജനനി. ഇതിൻ്റെ അർത്ഥം പ്രപഞ്ചത്തിലെ സകല ജീവനിലും വസിക്കുന്ന അമ്മ. അങ്ങനെയാണ് ദേവിയെ ഈ നാമം വർണ്ണിക്കുന്നത്. ആ ബ്രഹ്മ എന്നാൽ ബ്രഹ്മാവ്, കീട ഏറ്റവും ചെറിയ പുഴു അല്ലെങ്കിൽ അണുജീവി, ജനനി എന്നാൽ അമ്മ. ബ്രഹ്മാവ് മുതൽ ഒരു ചെറിയ പുഴു വരെയുള്ള സകല ജീവജാലങ്ങളെയും പ്രസവിച്ച ഒരേ ഒരു അമ്മയാണ് ദേവി. ദേവിയുടെ കണ്ണിൽ ബ്രഹ്മാവും ഒരു ചെറിയ കൃമിയും ഒരുപോലെയാണ്. കാരണം അവർ രണ്ടും ആ അമ്മയുടെ മക്കളാണ്. നമ്മൾ വലിയവരെന്നും ചെറിയവരെന്നും ഉള്ള ഭേദചിന്ത വെടിയണം എന്നാണ് ഈ നാമം പഠിപ്പിക്കുന്നത്. ദേവി തൻ്റെ ചൈതന്യത്തിൽ നിന്നു തന്നെയാണ് ബ്രഹ്മാവിനെയും കീടത്തെയും സൃഷ്ടിച്ചത്. ഈ പ്രപഞ്ചം എന്ന കുടുംബത്തിൻ്റെ നാഥയും സകലത്തിനും ജീവൻ നൽകുന്നതും ഈ പരാശക്തി തന്നെയാണ്. ഒരു മഹാസമുദ്രത്തിലെ വലിയ തിമിംഗലവും അതിലെ ഏറ്റവും ചെറിയ ജീവിയും ജീവിക്കുന്നത് ഒരേ കടലിലാണ്. രണ്ടിനും ആധാരം ആ വെള്ളം തന്നെയാണ്. ആ സമുദ്രമാണ് ജനനിയായ ദേവി. ഇനി ദേവിയുടെ 286-ാമത്തെ നാമമായ വർണ്ണാശ്രമവിധായിനി. സകല ജീവജാലങ്ങൾക്കും അമ്മയായതിനു ശേഷം ഈ ലോകം കൃത്യമായ നിയമങ്ങളോടെയും വ്യവസ്ഥകളോടെയും മുന്നോട്ട് പോകാൻ വേണ്ടി ഓരോരുത്തർക്കും ഓരോ ധർമ്മം നിശ്ചയിച്ചു കൊടുക്കുന്ന ദേവിയുടെ ഭാവം. പ്രകൃതിയിലെ ഗുണങ്ങൾക്കനുസരിച്ച് മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളെ 4ആയി തിരിച്ചിരിക്കുന്നു. ഇത് മനുഷ്യൻ്റെ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു, അതായത് വർണ്ണങ്ങൾ. ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെ 4ആയി തിരിച്ചിരിക്കുന്നു: ബ്രഹ്മചര്യം, ഗൃഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം. ഇത് ജീവിതത്തിൻ്റെ കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നു, ആശ്രമം. ഈ നിയമങ്ങളെല്ലാം നിർമ്മിച്ചവളും നടപ്പിലാക്കിയവളുമാണ് ദേവി. അതായത് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ സാമൂഹികവും വ്യക്തിപരവുമായ നിയമങ്ങൾ നിശ്ചയിച്ചത് ദേവിയാണ്. ഓരോരുത്തരും അവരവരുടെ ധർമ്മം കൃത്യമായി പാലിക്കുമ്പോഴാണ് ലോകത്ത് ശാന്തി ഉണ്ടാകുന്നത്. മനുഷ്യജീവിതം പടിപടിയായി ഉന്നതിയിലേക്ക് ഉയരാൻ ദേവി നിശ്ചയിച്ച 4 ഘട്ടങ്ങൾ, അതായത് ആശ്രമങ്ങൾ. ബ്രഹ്മചര്യം, അത് അറിവ് നേടേണ്ട കാലം. അടുത്തത് ഗൃഹസ്ഥം, കുടുംബമായി ജീവിച്ച് ലോകത്തിന് വേണ്ടി കർമ്മം ചെയ്യേണ്ട കാലം. അടുത്തത് വാനപ്രസ്ഥം, ഉത്തരവാദിത്തങ്ങൾ മാറി ഈശ്വര ചിന്തയിലേക്ക് നീങ്ങുന്ന കാലം. അടുത്തത് സന്യാസം, സകലതും ഉപേക്ഷിച്ച്
ലളിതാംബികയിൽ, അതായത് ഈശ്വരനിൽ ലയിക്കുന്ന കാലം. വർണ്ണാശ്രമം എന്നത് ജാതിപരമായ അർത്ഥത്തിൽ കാണേണ്ടതല്ല. മറിച്ച് ഓരോ ജീവിക്കും പ്രപഞ്ചത്തിൽ ഓരോ ദൗത്യമുണ്ടെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു. അതായത് അധ്യാപകൻ്റെ ധർമ്മം അത് അറിവ് പകരലാണ്. ഒരു ഭരണാധികാരിയുടേത് സംരക്ഷണമാണ്. ഇങ്ങനെ ഓരോരുത്തർക്കും അവരവരുടെ ഗുണത്തിനനുസരിച്ചുള്ള വഴി കാണിച്ചു കൊടുക്കുന്നത് ഉള്ളിലിരിക്കുന്ന പരാശക്തിയാണ്. ഇനി ദേവിയുടെ അടുത്ത നാമമായ നിജാജ്ഞാരൂപ നിഗമ, അതായത് 287 നാമമായ നിജാജ്ഞാരൂപ നിഗമ. നിജ ആജ്ഞ, തൻ്റെ സ്വന്തം ആജ്ഞ. നിഗമം എന്നാൽ വേദം. വേദങ്ങൾ എന്നത് ദേവിയുടെ ആജ്ഞകൾ, അതായത് അരുളപ്പാടുകളാണ്. ലോകം എങ്ങനെ ജീവിക്കണം, ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്നൊക്കെയുള്ള ദേവിയുടെ ഉപദേശങ്ങളാണ് വേദങ്ങൾ. വേദങ്ങൾ ഈശ്വരൻ്റെ ശ്വാസത്തിൽ നിന്നുണ്ടായതാണെന്ന് പറയപ്പെടുന്നു. ഈ ജീവിതമാകുന്ന സംസാര സാഗരത്തിൽ വഴി തെറ്റാതിരിക്കാൻ ദേവി നൽകിയ വഴികാട്ടിയാണ് വേദങ്ങൾ. വേദങ്ങൾ ചൊല്ലുമ്പോൾ നാം ദേവിയുടെ ആജ്ഞകളാണ് കേൾക്കുന്നത്. അതുകൊണ്ടാണ് വേദമന്ത്രങ്ങൾക്ക് ഇത്രയധികം ശക്തിയുള്ളത്. ഒരു ചെറിയ ഉദാഹരണം നോക്കാം. ഒരു രാജ്യത്തെ ഭരണഘടന. ആ രാജ്യം എങ്ങനെ പ്രവർത്തിക്കണം എന്ന് അതിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്. ഭരണഘടന ലംഘിച്ചാൽ ശിക്ഷ ലഭിക്കുമല്ലോ. അതുപോലെ പ്രപഞ്ചത്തിൻ്റെ ഭരണഘടനയാണ് വേദങ്ങൾ. അത് രൂപപ്പെടുത്തിയത് ആ പരമാധികാരിയായ ലളിതാംബിക ദേവി തന്നെയാണ്. ഇനി ദേവിയുടെ 288 നാമമായ പുണ്യാപുണ്യ ഫലപ്രദ. പുണ്യവും അപുണ്യവും, അതായത് പുണ്യകർമ്മങ്ങളും പാപകർമ്മങ്ങളും. നാം ചെയ്യുന്ന പുണ്യപ്രവൃത്തികൾക്ക് സുഖകരമായ ഫലങ്ങളും പാപകർമ്മങ്ങൾക്ക് ദുഃഖകരമായ ഫലങ്ങളും നൽകുന്ന കർമ്മസാക്ഷിയാണ് ദേവി. നമ്മൾ എന്തു ചെയ്യുന്നുവോ അതിനനുസരിച്ചുള്ള ഫലം, അതായത് നല്ലത് ചെയ്താൽ നമുക്ക് നല്ലത് തന്നെ വരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നവളാണ് ദേവി. എന്നാൽ നമുക്ക് വരുന്ന പാപഫലങ്ങൾ ഒരു ശിക്ഷയല്ല, മറിച്ച് നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കി നമ്മെ ശരിയായ പാതയിലേക്ക് നയിക്കാനുള്ള ഒരു പാഠം മാത്രമാണത്. എന്നാൽ നമ്മൾ നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കി ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുകയും ദേവിയെ ശരണം പ്രാപിക്കുകയും ചെയ്താൽ നമുക്ക് വരാനുള്ള കഠിനമായ കർമ്മഫലങ്ങളെപ്പോലും ലഘൂകരിക്കുന്ന കരുണാമയിയാണ് ദേവി. ഒരു ടീച്ചർ കുട്ടികളുടെ പരീക്ഷ കഴിയുമ്പോൾ നന്നായി പഠിച്ച് പരീക്ഷ എഴുതുന്ന കുട്ടിക്ക് കൂടുതൽ മാർക്കും പഠിക്കാത്ത കുട്ടിക്ക് കുറഞ്ഞ മാർക്കും നൽകുന്നു. ഇവിടെ ടീച്ചർക്ക് ആ പഠിക്കാത്ത കുട്ടിയോടുള്ള ദേഷ്യം കൊണ്ടല്ല മാർക്ക് കുറച്ചത്, മറിച്ച് ആ കുട്ടി എഴുതിയതിന് അനുസരിച്ചുള്ള ഫലം നൽകിയതാണ്. അതുപോലെ നമ്മുടെ പ്രവൃത്തികൾക്ക് അനുസരിച്ചിട്ടുള്ള ഫലം നൽകുന്നവളാണ് ദേവി. ഇനി 68 ശ്ലോകം നോക്കാം. ശ്രുതി സീമന്ത സിന്ദൂരീകൃത പാദാബ്ജധൂളിക സകലാഗമ സന്തോഹ ശുക്തി സംപുട മൗക്തിക. 68 ശ്ലോകത്തിലെ ആദ്യത്തെ നാമമായ ശ്രുതി സീമന്ത സിന്ദൂരീകൃത പാദാബ്ജധൂളിക, ഇതൊരു മനോഹരമായ വർണ്ണനയാണ്. അതായത് ദേവിയുടെ പാദങ്ങളിലെ പൊടി വേദങ്ങളുടെ സീമന്തരേഖയിലെ സിന്ദൂരമായി മാറുന്നു. വേദങ്ങൾ ദേവിയുടെ
പാദങ്ങളെ വന്ദിക്കുന്നു എന്നാണ് അർത്ഥം. വേദങ്ങളാകുന്ന സുന്ദരിമാർ ദേവിയുടെ പാദങ്ങളിൽ വന്ന് നമസ്കരിക്കുമ്പോൾ ദേവിയുടെ പാദങ്ങളിലെ ചുവന്ന പൊടി ആ സുന്ദരിമാരുടെ, അതായത് വേദങ്ങളുടെ സീമന്തരേഖയിൽ സിന്ദൂരമായി മാറുന്നു. വേദങ്ങൾ പോലും ദേവിയുടെ പാദങ്ങളിലാണ് വണങ്ങുന്നത്. അതുകൊണ്ട് വേദങ്ങൾക്കും അതീതയായവളാണ് ദേവി. സകല വിദ്യകളുടെയും വേദങ്ങളുടെയും ഉറവിടവും ലക്ഷ്യവും ദേവി തന്നെയാണ്. ശ്രുതി എന്നാൽ വേദങ്ങൾ. ഇവിടെ ശ്രുതികളെ ദേവതകളായിട്ടാണ് പറയുന്നത്. സീമന്തത്തിൽ സിന്ദൂരം ചാർത്തുന്നത് സുമംഗലിമാരാണല്ലോ. അതുപോലെ വേദങ്ങൾ ദേവിയുടെ പാദത്തിലെ പൊടി ചാർത്തുന്നതിലൂടെ അവയ്ക്ക് ചൈതന്യവും മംഗളവും ലഭിക്കുന്നു. അങ്ങനെ ആ പാദങ്ങളിലെ പൊടിയിലൂടെ മാത്രം വേദങ്ങൾക്ക് ഇത്രയും പൂർണ്ണത ലഭിക്കുന്നുണ്ടെങ്കിൽ ആ പാദങ്ങളെ ഹൃദയത്തിൽ സ്മരിക്കുന്ന ഒരു ഭക്തൻ്റെ അവസ്ഥ എത്ര ഉന്നതമായിരിക്കും. ഇവിടെ ലോകത്തിന് ജ്ഞാനം നൽകുന്ന വേദങ്ങൾ പോലും ആ പരമഗുരുവായ ദേവിയുടെ പാദങ്ങളിലെ പൊടിക്കായി കാത്തുനിൽക്കുന്നു എന്നാണ് ഈ മനോഹരമായ നാമത്തിലൂടെ പറയുന്നത്. അതായത് ദേവിയുടെ 289 നാമമാണ് ശ്രുതി സീമന്ത സിന്ദൂരീകൃത പാദാബ്ജ തൂളിക. ഇനി ദേവിയുടെ 290 നാമമായ സകലാഗമ സന്തോഷ ശുക്തി സമ്പുട മൗക്തിക. സകല ആഗമ, എല്ലാ വേദങ്ങളുടെയും, സന്തോഷം കൂട്ടം, ശുക്തി ചിപ്പി, സമ്പുട 2 പാളികൾ, മൗക്തിക മുത്ത്. സകല വേദങ്ങളുടെയും ഉള്ളിൽ, അതായത് എല്ലാ വേദങ്ങളെയും ഒരു ചിപ്പിയായി സങ്കല്പിച്ചാൽ ആ ചിപ്പിക്കുള്ളിൽ അതീവ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന മുത്തുമണിയാണ് ദേവി. ആ ചിപ്പി തുറന്നാൽ മാത്രമേ മുത്ത് കാണാൻ കഴിയുകയുള്ളൂ. അതുപോലെ ശാസ്ത്രങ്ങളുടെ ഉള്ളിൽ, അവയെ അത്രയും ആഴത്തിൽ പഠിച്ചാൽ മാത്രമേ ദേവിയാകുന്ന സത്യത്തെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. വേദങ്ങളിലെല്ലാം ആത്യന്തികമായി പറയുന്ന ഒരേയൊരു സത്യം ആ പരബ്രഹ്മ സ്വരൂപിണിയാണ്. ഉദാഹരണമായി, തേങ്ങയുടെ പുറത്തുള്ള ചകിരിയും ചിരട്ടയും ഒക്കെ മാറ്റിയാൽ മാത്രമല്ലേ ഉള്ളിലുള്ള മധുരമുള്ള വെള്ളവും കാമ്പും ലഭിക്കുകയുള്ളൂ. അതുപോലെ ശാസ്ത്രങ്ങളാകുന്ന പുറം തോടിനുള്ളിലെ മധുരവും ചൈതന്യവുമാണ് ആ ദേവി. ഇന്ന് അർത്ഥം മനസ്സിലാക്കിയ ശ്ലോകങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ആ ബ്രഹ്മകീടജനനേ വർണ്ണാശ്രമവിദായിനേ നിജാജ്ഞാരൂപനിഗമാ പുണ്യാ പുണ്യഫലപ്രദാ ശ്രുതിസീമന്തസിന്ദൂരീകൃതപാദാബ്ജധൂളികാ സകലാഗമസന്തോഷശുക്തിസമ്പുടമൗക്തികാ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഹരേ കൃഷ്ണ.